ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. അമ്മയിലെ മെമ്മറി കാർഡ് വിവാദത്തിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനെതിരെ നടി ഉഷ ഹസീന. മരിച്ചുപോയ ഒരാളുടെ തലയിൽ എല്ലാം കെട്ടിവെക്കാനാണ് അന്വേഷണ സമിതിയുടെ ശ്രമമെന്നാണ് പറയുന്നത്. ആദ്യം ഇല്ലെന്ന് പറഞ്ഞ മെമ്മറി കാർഡ് ഇപ്പോൾ ഉണ്ടെന്ന് കണ്ടെത്തി. ആർക്കു വേണ്ടിയാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നും എന്തിനാണ് മെമ്മറി കാർഡ് ഒളിപ്പിച്ചു വെച്ചതെന്നും വ്യക്തമാക്കണമെന്നാണ് ഉഷ ഹസീന റിപ്പോർട്ടിനോട് പ്രതികരിച്ചത്. റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ച ശേഷം നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും ഉഷ ഹസീന വ്യക്തമാക്കി. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ പറയുന്നത് ലളിത ചേച്ചിയുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞൊരു സാധനമാണല്ലോ ഇത്. ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്ന സംഭവം ഇല്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ആദ്യം അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഇപ്പൊ ഉണ്ട് എന്ന്, അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, ഉണ്ട് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് റിപ്പോർട്ടില്. ഇനി അത് ലളിത ചേച്ചിയുടെ കയ്യിലാണെന്ന് ഇവർ അന്ന് മരിച്ചുപോയ ഒരാളുടെ തലയിലേക്ക് വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ 5 മാസം, ഇത് അന്നേ അവര് പറഞ്ഞ കാര്യമാണല്ലോ. സേഫ് ആയിട്ടുണ്ട് എന്ന്, എന്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്, ബാബു ചേട്ടന്റെ കയ്യിലും എന്റെ കയ്യിലും ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇടവേള ബാബുവിന്റെ കയ്യിലും എന്റെ കയ്യിലും ഉണ്ടെന്ന് പല പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് സേഫ് ആയിട്ട്. പിന്നെ ആ സംഘടന അറിയാതെയാണ് ചെയ്തതെന്ന്, സംഘടനയ്ക്ക് അറിവില്ല എന്നാണ് അന്ന് നമ്മള് അന്നേ നമ്മളിത് പരാതിയായിട്ട് പറഞ്ഞായിരുന്നല്ലോ. പക്ഷെ സംഘടനയുടെ അറിവോടെ ചെയ്യാത്ത ഒരു കാര്യത്തിന് അങ്ങനെ ഞങ്ങളെ വിളിച്ച് പിന്നെ ആര് പറഞ്ഞിട്ടാണ് ചെയ്തത്, ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്? ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ടും ഇങ്ങനെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്, ഇതെന്തിനു ഒളിച്ചു വെച്ചു? അത് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമേ അതിന് പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഇവര്. കാരണം കുക്കു പരമേശ്വരന് ഞങ്ങൾ അപകീർത്തികരമായ, അവരെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ അവരാദ്യം കൊണ്ട് കൊടുത്തത് പരാതി. അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അർജുൻ, ഇന്നലെ ശ്വേതാ മേനോൻ വാർത്താ സമ്മേളനം നടത്തി തന്നെയാണ് കുക്കു പരമേശ്വരന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് സംസാരിച്ചത്. ഇപ്പോഴത്തെ ഉഷ ഹസീന ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. ആദ്യം മെമ്മറി കാർഡ് ഇല്ലെന്ന് പറഞ്ഞു, പിന്നീട് അത് ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പോഴത് മരിച്ചുപോയ നടിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം എന്ന രീതിയിൽ ഗുരുതരമായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. മറ്റു നിയമ നടപടികളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്താ? താരസംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് ഈ മെമ്മറി കാർഡ് വിവാദം. ഈ താരസംഘടനയിൽ തിരഞ്ഞെടുപ്പ് നടന്ന് പുതിയ ഭരണസമിതി അധികാരമേറ്റ ശേഷം ആദ്യം അന്വേഷണ സമിതിയെ നിയോഗിച്ച് അവർ അന്വേഷിച്ചതും ഇതേ വിഷയമാണ്. 5 മാസങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് വരികയും അത് പരസ്യമാക്കുകയും ചെയ്തു. പക്ഷേ ആ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് അന്ന് പരാതി നൽകിയ ഉഷ ഹസീന അടക്കമുള്ള സിനിമാ താരങ്ങൾ. അവർ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടില്ല, ഇത്തരമൊരു മെമ്മറി കാർഡേ ഇല്ല എന്നതായിരുന്നു പറഞ്ഞത്. പിന്നീട് ചില താരങ്ങൾ പറഞ്ഞു ഇത് സംഘടനയുടെ അറിവോടുകൂടിയല്ല ഇത്തരമൊരു സംഭവം ഉണ്ടായത്, അതുകൊണ്ട് തന്നെ ഇതിൽ സംഘടനക്ക് കൃത്യമായ ഒരു നിലപാടെടുക്കേണ്ട സാഹചര്യമില്ല എന്നതായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അന്വേഷണം നടത്തിയപ്പോൾ ഇപ്പോൾ പറയുന്നത് KPSC ലളിതയുടെ പക്കലായിരുന്നു ഈ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നത് എന്നതാണ്. അതായത് കുക്കു പരമേശ്വരനെ രക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിൽ അന്തരിച്ച ഒരു നടിയുടെ തലയിലെല്ലാം കെട്ടിവെക്കുകയാണ്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് എവിടെയാണ് എന്ന് കണ്ടെത്താതെ, അത് ആരുടെ കയ്യിലാണ് എന്ന് കണ്ടെത്താതെ ഇത്തരമൊരു അന്വേഷണം അവസാനിപ്പിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് താൻ വായിച്ചിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് തന്റെ കയ്യിൽ കിട്ടും. ആ റിപ്പോർട്ട് ഏറ്റുവാങ്ങി അത് വായിച്ച ശേഷം തുടർ നടപടികൾ ആലോചിക്കുമെന്നതാണ് പറയുന്നത്. മാത്രമല്ല, നേരത്തെ കുക്കു പരമേശ്വരനും ഇടവേള ബാബുവും ഈ മെമ്മറി കാർഡ് തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്നും ഇപ്പോൾ ഉഷ ഹസീന പറയുന്നുണ്ട്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.